ഹായ് എവരിവൺ, വെൽക്കം ടു ഡ്രഗ് മീഡിയ. ഏവർക്കും ഡ്രഗ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വീഡിയോയിൽ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റ് വരുന്ന ഒരു മൾട്ടി വൈറ്റമിൻ ക്യാപ്സൂളിനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ്. അതിന് മുമ്പ് തന്നെ പറയട്ടെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മനുഷ്യ ശരീരത്തിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു മൾട്ടി വൈറ്റമിൻ ആൻഡ് മിനറൽസ് അടങ്ങിയ ഒരു ക്യാപ്സൂളിനെ കുറിച്ച്, അതായത് റിവൽറ്റൽ ക്യാപ്സൂളിനെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് മുകളിൽ ലഭ്യമാണ്. ഇന്ന് വീഡിയോയിൽ റിവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് റിവൽറ്റൽ ക്യാപ്സൂളിന് ശേഷം സൺ ഫാർമ നിർമ്മിച്ചിട്ടുള്ള റിവൽറ്റൽ എച്ച് എന്ന ഒരു ഡെയിലി ഹെൽത്ത് സപ്ലിമെൻറ്റിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചുള്ളത്. നമുക്ക് നോക്കാം എന്താണ് റിവൽറ്റൽ എച്ച് എന്നുള്ളത്. അതിനെക്കുറിച്ചുള്ള ഒരു ഫുൾ ഡീപ്പായിട്ടുള്ള ഒരു റിവ്യൂയിലോട്ട് പോകാം. നമ്മുടെ മനുഷ്യശരീരത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാപ്സൂളാണ് റിവൽറ്റൽ എച്ച് ഉള്ളത്. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് 100% എഫക്റ്റ് ലഭ്യമാവുന്ന ഒരു മെഡിസിൻ കൂടിയാണ് റിവൽറ്റൽ എച്ച് എന്നുള്ളത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ സൺ ഫാർമ, അതോടൊപ്പം തന്നെ റാൻബാക്സ്, ഇവർ രണ്ടുപേരും കൊളാബറേറ്റ് ചെയ്ത് നിർമ്മിച്ചിട്ടുള്ളതാണ് റിവൽറ്റൽ എച്ച് എന്നുള്ള ഈ ഒരു ക്യാപ്സൂൾ. ഈ റിവൽറ്റൽ എച്ച് ക്യാപ്സൂളിൻ്റെ കോമ്പോസിഷൻ, ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള കണ്ടന്റ്, ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നോക്കാം. അതിനോടൊപ്പം തന്നെ ഞാൻ പറയുന്നു അതിൻ്റെ ഉപയോഗവും അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയാം. ഓരോ കണ്ടന്റിൻ്റെ കൂടെ ഒരു ഉപയോഗം പറയാം. റിവൽറ്റൽ എച്ചിൻ്റെ ക്യാപ്സൂളിനകത്ത് ജിങ്സൻ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ തന്നെ 10 തരം വൈറ്റമിൻസും, അതിന് നമ്മൾ മൾട്ടി വൈറ്റമിൻ എന്ന് പറയാറുണ്ട്, 10 തരം വൈറ്റമിൻസും കൂടാതെ തന്നെ 9 തരം മിനറൽസും കൂടി അടങ്ങിയിട്ടുള്ളതാണ് ഈ റിവൽറ്റൽ എച്ച് എന്നുള്ള ഈ ക്യാപ്സൂൾ. നമുക്ക് നോക്കാം വൈറ്റമിൻസ് ഏതെല്ലാം എന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ വൈറ്റമിൻസിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഉപയോഗങ്ങളും ഞാൻ ഈ വീഡിയോയിൽ, അതായത് അതിന് ചേർത്ത് തന്നെ പറയാം. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ സിമ്പിളാവും. ഒരു റിവ്യൂ എന്ന രൂപത്തിലാണ് ഞാൻ ഈ വീഡിയോയിൽ ഇതിൻ്റെ ഉപയോഗം പറയുന്നത്, കൂടാതെ തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഇത് ഫസ്റ്റ് തന്നെ എടുത്ത് പറയേണ്ടത് ഈ ക്യാപ്സൂളിനകത്ത് അടങ്ങിയുള്ളത് വൈറ്റമിൻ എ എന്നുള്ളതാണ്. വൈറ്റമിൻ എ കണ്ണുകൾക്ക് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുകയും ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി ലഭിക്കുകയും ചെയ്യുന്നു. അതായത് മറ്റു അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ എ. കൂടുതലായിട്ട് കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ എ ഉപയോഗിക്കുന്നു. കൂടാതെ രണ്ടാമതായിട്ടാണെങ്കിൽ വൈറ്റമിൻ B1, അതായത് ഞരമ്പുകൾ അല്ലെങ്കിൽ ഞേർവ്, ഇതിൻ്റെ പ്രവർത്തനം മികച്ച രൂപത്തിൽ ആവാൻ വേണ്ടിയിട്ടാണ് ഈ വൈറ്റമിൻ B1 ഉപയോഗിക്കുന്നത്. കൂടാതെ വൈറ്റമിൻ B2 ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. കണ്ണിന് കാഴ്ചശക്തി ലഭിക്കാൻ വേണ്ടിയിട്ടും ആരോഗ്യം നൽകാൻ വേണ്ടിയിട്ടും ഈ മെഡിസിൻ വൈറ്റമിൻ B3 ഇതിൽ ഉപയോഗിക്കുന്നു. കൂടാതെ ഇതിനകത്ത് അടങ്ങിയത് വൈറ്റമിൻ B3, അതായത് ശരീരത്തിലെ തൊലിക്ക് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടും, തൊലിക്ക് അതായത് സ്കിന്നിൻ്റെ മേലെ ഫംഗസോ അല്ലെങ്കിൽ ബാക്ടീരിയ അല്ലെങ്കിൽ സ്കിൻ സംബന്ധമായ മറ്റു അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് വൈറ്റമിൻ B3 ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഉള്ള കണ്ടന്റാണ് വൈറ്റമിൻ B6. അഞ്ചാമതായിട്ടുള്ളത് വൈറ്റമിൻ B6 എന്നുള്ളതാണ്. ഇത് സൈക്കോളജിക്കലായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വൈറ്റമിൻ B6 സാധാരണ ഉപയോഗിക്കും. സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ മൂഡ് ഒരു ഇമ്പ്രൂവ് നൽകാൻ വേണ്ടിയിട്ട്, മൂഡ് ഓഫ് അല്ലെങ്കിൽ ഡിപ്രഷൻ എല്ലാം മാറാൻ വേണ്ടിയിട്ട്, മറവി രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ബ്രെയിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ട്, മെമ്മറി എല്ലാം എക്സാം നമ്മൾ കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, രക്തത്തിൻ്റെ കുറവിൽ അഭാവത്തിൽ സംഭവിക്കുന്ന അനീമിയ പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഹൃദയത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഈ വൈറ്റമിൻ B6 എന്നുള്ള ഈ വൈറ്റമിൻ ഉപയോഗിക്കുന്നു. ഇനി അടുത്ത ഇതിനകത്ത് പറയുന്നത്, ആറാമതായി പറയുന്നത് ഫോളിക് ആസിഡാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടങ്ങിയുള്ളത്. ഫോളിക് ആസിഡിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും ശരീരത്തിൻ്റെ പുതിയതായിട്ട് സെൽസ് രൂപപ്പെടാനും, അതായത് ഏത് തരത്തിലുള്ള സെല്ല് ഡാമേജ് ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് പുതിയൊരു സെല്ല് രൂപം കൊള്ളാൻ വേണ്ടിയിട്ടും, DNA-യിൽ വ്യത്യാസം സംഭവിച്ച് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ മെയിനായിട്ട് ഫോളിക് ആസിഡ് ഉപയോഗിക്കുന്നത്. സാധാരണ ഗർഭിണികളിൽ ഫോളിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ മെഡിസിൻ ഒരിക്കലും ഗർഭിണികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഏഴാമത് അടങ്ങിയിട്ടുള്ള ഒരു കണ്ടന്റാണ് വൈറ്റമിൻ B12, അതായത് ശരീരത്തിന് വളരെ വേഗത്തിൽ മറ്റു അസുഖങ്ങൾ ശരീരത്തിൽ വളരെ വേഗത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു രോഗപ്രതിരോധ ശേഷി എന്ന നിലയിലാണ് വൈറ്റമിൻ B3 ഉപയോഗിക്കുന്നത് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇത്രത്തോളം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 2 വൈറ്റമിൻ കൂടി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടങ്ങിയിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഇതിനകത്ത് അടങ്ങിയ വൈറ്റമിൻ C, അതായത് വളരെ മികച്ച ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടാണ് വൈറ്റമിൻ C ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അത് രോഗപ്രതിരോധ ശേഷിക്ക് വളരെ നല്ലതാണ്. ഇനി വൈറ്റമിൻ D അടങ്ങിയിട്ടുണ്ട്, അതായത് D3 വൈറ്റമിൻ D അടങ്ങിയിട്ടുണ്ട്. അത് ശരീരത്തിലുള്ള കാൽസ്യം, അതുപോലെ തന്നെ ഫോസ്ഫറസ്, ഇത് ആഗിരണം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. കൂടാതെ തന്നെ എല്ലിനും പല്ലിനും തൊലിക്കും സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടും വൈറ്റമിൻ D ഉപയോഗിക്കുന്നു. ഇനി നെക്സ്റ്റ് അടങ്ങിയത് വൈറ്റമിൻ E ഉപയോഗിക്കുന്ന ചർമ്മത്തിനും മുടിക്കും സംരക്ഷണം നൽകാനും ശരീരത്തിൽ സെൽസ് നശിച്ചു പോകുന്നത് തടയാൻ വേണ്ടിയിട്ടുമാണ് വൈറ്റമിൻ E മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള മിനറൽസ് നോക്കാം. ഇപ്പോൾ 10 വൈറ്റമിൻ്റെ ഉപയോഗവും അതുകൂടെ ഇതിനകത്ത് അടങ്ങിയ ഈ കോമ്പോസിഷനാണ് ഞാൻ പറഞ്ഞുള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് അടങ്ങിയ മിനറൽസ് ഏതെല്ലാം നോക്കാം. ഫസ്റ്റിന് എടുത്ത് പറഞ്ഞത് സിങ്ക് ആണ്. ഇത് നഖവും മുടിയും സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ ഇതിനകത്താണെങ്കിൽ അയൺ, അത് ശരീരത്തിലെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടും ശരീരത്തിൽ സംഭവിക്കുന്ന സ്ട്രെസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ അയൺ ഉപയോഗിക്കുന്നത്. പിന്നെ അയഡൈഡ് അടങ്ങിയിട്ടുണ്ട്. അയഡൈഡ് എന്ന് പറഞ്ഞാൽ ചർമ്മത്തിനും അല്ലെങ്കിൽ ഞരമ്പുകൾക്കും
സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടും ഞരമ്പുകൾക്ക് തളർച്ച വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അയഡൈഡ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. കൂടാതെ ഇതിനകത്ത് കോപ്പർ അടങ്ങിയിട്ടുണ്ട്. കോപ്പർ എന്ന് പറഞ്ഞാൽ തലമുടിയിലുള്ള പിഗ്മെൻറ്റേഷൻ, തലമുടിയിൽ വരുന്ന പിഗ്മെൻറ്റേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടും മുടിക്ക് ബലം കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടാതെ തന്നെ ശരീരത്തിലെ തൊലിയിലെയും മറ്റു അസുഖങ്ങൾ വരുന്നത് തടയാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ശരീരത്തിൽ വരുന്ന പുതിയതായിട്ട് വരുന്ന സെല്ലുകൾക്ക് വളരെ പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഓൾറെഡി ഉള്ള സെല്ലുകളെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ തൊലികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ കോപ്പർ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ജിങ്സൺ അടങ്ങിയിട്ടുണ്ട്. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റാണ്. അത് ഒരു ഏകദേശം ജിങ്സൺ എന്നുള്ള മെഡിസിൻ ഏകദേശം 5000 വർഷത്തോളം പഴക്കമുള്ള ഒരു ഹെർബൽ മരുന്നാണ്. ലോകം ഈ മരുന്നിനെ വണ്ടർ ഹെർബ് എന്ന പേര്, അതായത് അത്ഭുത മരുന്ന് എന്ന പേരിലാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ അറിയപ്പെടുന്നത്. വളരെ ഡീപ്പായിട്ട് പഠനം നടത്തിയ ശേഷമാണ് ലോകത്തിൽ പല ആവശ്യങ്ങൾക്കും ഈ മരുന്ന് ഉപയോഗിച്ച് വരുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് പറയേണ്ടത്, ഇപ്പോൾ എക്സാമ്പിൾ ജിൻസിനെ കുറിച്ച് തന്നെ പറയാം. എന്താണ് ജിൻസിൻ്റെ ഉപയോഗം എന്നുള്ളത്? മനുഷ്യ ശരീരത്തിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഹെർബൽ കണ്ടന്റ് ആണെങ്കിലും ഒരു മെഡിസിനാണ് ഈ ജിൻസിൻ എന്നുള്ള മെഡിസിൻ. ഇത് ടെൻഷൻ മാറാൻ വേണ്ടിയിട്ടും സ്ട്രെസ് മാറാൻ വേണ്ടിയിട്ടും ബ്രെയിൻ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും രാത്രിയിൽ നല്ലൊരു നോർമലായിട്ടുള്ള ഒരു ഉറക്കം ലഭ്യമാവാനായിട്ടും ലൈംഗികപരമായിട്ടുള്ള താല്പര്യങ്ങൾക്കും ലൈംഗികപരമായിട്ടുള്ള തളർച്ചയ്ക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും ഇതെല്ലാം ഉപയോഗിക്കുന്നു. അമിതമായി ജോലി ചെയ്ത് സ്ട്രെസ് അനുഭവിക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെട്ടുള്ള ഒരു മെഡിസിൻ കൂടിയാണ് ജിൻസൺ എന്നുള്ളത്. കൂടാതെ ഇതിനെ കൊണ്ടുള്ള മറ്റു ഉപയോഗങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാമിന ലഭിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. മനുഷ്യ ശരീരത്തിന് ഓവറായിട്ട് ഈ മെഡിസിൻ, അതായത് 3 മാസത്തോളം ഈ മെഡിസിൻ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തടി കൂടാൻ വേണ്ടിയിട്ടും ഈ മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഈ മെഡിസിൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കാം. അതായത് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം സൈഡ് എഫക്റ്റ്. എന്താണ് ഈ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ്? അതായത് റിവട്ടൽ എച്ച് കഴിച്ചു കഴിഞ്ഞാൽ വരുന്ന ദോഷഫലങ്ങൾ. അതായത് നെഞ്ചരിച്ചിൽ വരും, അതായത് ഹെർട്ട് ബേണിങ് വരും, കൂടാതെ തന്നെ തലക്കറക്കം വരാൻ ചാൻസ് ഉണ്ട്. ചെറിയ രീതിയിൽ ഇച്ചിങ്ങോ അങ്ങനത്തെ കാര്യങ്ങൾ റയറായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഒരു മൈൽഡ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റ്. ഇനി ഇതിൻ്റെ ഇൻട്രാക്ഷൻ മറ്റ് മെഡിസിനുകളിലൂടെ കഴിക്കാൻ പാടുണ്ടോ? ഇപ്പോൾ എക്സാമ്പിൾ ഡയബറ്റിക്സ്, ഹൈ BP, ഹൈ കൊളസ്ട്രോൾ, ഗൗട്ട്, അതായത് യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലം ഉള്ളവർ, കിഡ്നി ഫെയിലിയർ, കിഡ്നി അസുഖമുള്ളവർ അല്ലെങ്കിൽ ലിവർ അസുഖമുള്ളവർ, ഇവരൊന്നും ഒരിക്കലും കഴിക്കാൻ പാടില്ല. തീർത്തും ഒരു ഡോക്ടറുടെ നിർദ്ദേശം 100% ഡോക്ടറുടെ ഇൻഫർമേഷൻ അനിവാര്യമാണ്. ഇനി മെഡിസിൻ കഴിക്കുന്ന വിധം ദിവസം ഒരു ക്യാപ്സൂൾ എന്ന രീതിയിലാണ് കഴിക്കേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ ഇന്ന് രാവിലെ കാലത്ത് കഴിച്ചു കഴിഞ്ഞാൽ നാളെ രാവിലെ കാലത്ത് കഴിക്കാൻ പാടുള്ളൂ. ഒരു 24 മണിക്കൂർ കൂടുമ്പോഴാണ് ഓരോ മെഡിസിൻ കഴിക്കേണ്ടത്. അത് ഭക്ഷണത്തിന് ശേഷം വെള്ളത്തോടൊപ്പം ചേർത്ത് കഴിക്കുക. ഇനി മെഡിസിൻ്റെ ഡ്യൂറേഷൻ മാക്സിമം 3 മാസം കഴിച്ചു കഴിഞ്ഞാൽ ഗുഡ് റിസൾട്ടാണ് ലഭ്യമാകുന്നത്. ഒരു 2 വർഷത്തോളം മറ്റു മെഡിസിൻ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. എന്നാൽ പോലും ചില നോർത്ത് ഇന്ത്യയിലെ ആൾക്കാരെല്ലാം ഒരു 6 മാസത്തോളമൊക്കെ കണ്ടിന്യൂസ് ആയി കഴിക്കുന്നുണ്ട്. അവരെല്ലാം പുറത്ത് അല്ലെങ്കിൽ ഔട്ട് സൈഡിലായിട്ട് ലേബേഴ്സ് വർക്ക് ചെയ്യുന്ന വ്യക്തികളാകുമ്പോൾ അവർക്ക് പക്ഷേ ശരീരത്തിന് ഓവറായിട്ടുള്ള ഇമ്മ്യൂണിറ്റി പവർ ലഭ്യമാകാൻ വേണ്ടിയിട്ടും ശരീരം തളരാതിരിക്കാൻ വേണ്ടിയിട്ടും ഒരു 6 മാസത്തോളം ഡ്യൂറേഷൻ എന്ന നിലയിൽ കഴിക്കാറുണ്ട്. ഇനി മെഡിസിൻ്റെ പ്രൈസ് നോക്കാം. ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ ഒരു 275 മുതൽ 550 രൂപ വരെയും, ഒരു UAE മാർക്കറ്റിൽ ഓൺലൈൻ വഴി 49 ദിർഹം മുതൽ 60 ദിർഹം വരെയും, സൗദി അറേബ്യൻ റിയാൽ ആണെങ്കിൽ 55 മുതൽ 65 സൗദി റിയാൽ വരെയുമാണ് ഇതിൻ്റെ പ്രൈസ്. നമുക്ക് എവിടെ നിന്നും ഇന്ത്യയിൽ ഈ മെഡിസിൻ ലഭ്യമാണ്. എല്ലാവിധ ഫാർമസിലും, ഈവൻ കേരളയിലാണെങ്കിൽ പോലും എല്ലാവിധ ഫാർമസിലും മെഡിസിൻ ലഭ്യമാണ്. കൂടാതെ തന്നെ ഈ മെഡിസിൻ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് കുട്ടികൾക്ക് കിട്ടാത്ത സ്ഥലത്ത് ഒരു 30 ഡിഗ്രിക്ക് താഴെ നനവോ ഇല്ലെങ്കിൽ ചൂടോ ഇല്ലാത്ത ഭാഗത്താണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. സോ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവൈറ്റൽ എച്ച് എന്നുള്ള ഇന്ത്യയിലെ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനിയായ സൺഫാർമയുടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന മൾട്ടി വൈറ്റാമിൻ ക്യാപ്സൂളിനെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ ആണ്. ഈ മെഡിസിൻ്റെ എല്ലാം അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത് അക്ഷയ് കുമാറാണ് മെഡിസിൻ്റെ അഡ്വർടൈസ് ചെയ്യുന്നത്. റിവൈറ്റൽ പ്ലെയിനിൻ്റെ ആണെങ്കിൽ സൽമാൻ ഖാൻ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ മെഡിസിൻ മനുഷ്യ ശരീരത്തിന് വളരെ ഉപകാരപ്പെട്ടുള്ള ഒരു മെഡിസിനാണ്. 100% ഹെർബൽ കണ്ടന്റ് അടങ്ങിയുള്ള മെഡിസിനാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യുക. വീണ്ടും പറയുന്നു, ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഒരു ഹെർബൽ പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും താല്പര്യമുള്ളവർക്ക് മെഡിസിൻ ഫാർമസിയിൽ പോയി മേടിക്കാവുന്നതാണ്. അവിടുത്തെ ഫാർമസിസ്റ്റിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. വളരെ വേഗത്തിൽ പറഞ്ഞു പോകാൻ കാരണം പലരും പറയുന്നു വീഡിയോ ദീർഘമുണ്ട് എന്നുള്ള കാരണത്താൽ വളരെ വേഗത്തിലാണ് പറഞ്ഞു പോകുന്നത്. സോ ഏവർക്കും താങ്ക് യു.